ഭയത്തിന്റെയും വെറുപ്പിന്റെയും മേൽ വിജയം നേടിയ മനുഷ്യൻ. ഇങ്ങനെ നെഹ്റുവിനെ വിശേഷിപ്പിച്ചതാര്? വിൻസ്റ്റൺ ചർച്ചിൽ. മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ വിൻസ്റ്റൺ ചർച്ചിൽ. ഉണ്ണീസ് വിജയപാത അവതരിപ്പിക്കുന്ന ജവഹർലാൽ നെഹ്റു ക്വിസ്. LP, UP, HSS, കോളേജ്, PSC, GK എന്നിവയ്ക്കെല്ലാം ആവശ്യമായ നെഹ്റുവിനെ കുറിച്ചുള്ള വിജ്ഞാനപ്രദമായ ചോദ്യങ്ങൾ അടങ്ങിയ അറിവിന് ദാഹിക്കുന്നവർക്കായുള്ള ഈ ക്വിസ് വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വീഡിയോ കണ്ടു കഴിഞ്ഞ് ലൈക്ക് രേഖപ്പെടുത്താനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും ഒപ്പം കമന്റ്സിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കല്ലേ. ജവഹർലാൽ നെഹ്റുവിനെ പറ്റി എനിക്കു ശേഷം എൻ്റെ ഭാഷ സംസാരിക്കും എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം ഗാന്ധിജി. ഗാന്ധിജിയാണ് നെഹ്റുവിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞത്. വിഖ്യാതമായ ഗാന്ധി സിനിമയിൽ നെഹ്റുവിനെ അവതരിപ്പിച്ച നടൻ ആരാണ്? ഉത്തരം റോഷൻ സേത്ത്. 1954 മാർച്ച് 12 നിലവിൽ വന്ന കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്? ജവഹർലാൽ നെഹ്റു. നെഹ്റുവാണ് ആദ്യ പ്രസിഡന്റ്. കേരള നിയമസഭയെ അഭിസംബോധന ചെയ്തു സംസാരിച്ച ആദ്യ പ്രധാനമന്ത്രി ആരാണ്? ജവഹർലാൽ നെഹ്റു. നെഹ്റുവിന് ഏത് വർഷമാണ് ഭാരതരത്നം പുരസ്കാരം സമ്മാനിച്ചത്? ഉത്തരം 1955. ന്യൂഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സർവകലാശാല JNU ആരംഭിച്ചത് ഏതു വർഷമാണ് എന്നറിയാമോ? ഉത്തരം 1969. നെഹ്റു ഈജിപ്തിലെ നാസർ, യൂഗോസ്ലാവിയയിലെ മാർഷൽ ടിറ്റോ എന്നിവരോടൊപ്പം ചേർന്ന് രൂപം നൽകിയ പ്രസ്ഥാനം ഏതാണ്? ചേരിചേരാ പ്രസ്ഥാനം. നോൺ അലൈൻഡ് മൂവ്മെന്റ്, NAM, നാം എന്ന് ചുരുക്കം. പഞ്ചായത്ത് രാജ് സംവിധാനത്തിന് ആ പേര് നിർദ്ദേശിച്ച പ്രധാനമന്ത്രി ആര്? ഉത്തരം ജവഹർലാൽ നെഹ്റു. നെഹ്റു ട്രോഫി വള്ളംകളി മത്സരത്തിന്റെ ആദ്യത്തെ പേര് എന്തായിരുന്നു? ഉത്തരം പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി. ആധുനിക ഇന്ത്യയുടെ നിർമ്മാണത്തിന് ആരുടെ ആശയമാണ് നെഹ്റു സ്വീകരിച്ചത്? ഉത്തരം ഗാന്ധിജിയുടെ ആശയം. ജവഹർലാൽ നെഹ്റു എത്ര വർഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു? ഉത്തരം 17 വർഷം. കൃത്യമായി പറഞ്ഞാൽ 16 വർഷം 9 മാസം. ഇന്ത്യയുടെ ആസൂത്രണ കമ്മീഷൻ, പ്ലാനിംഗ് കമ്മീഷൻ ഓഫ് ഇന്ത്യ ഏതു വർഷമാണ് രൂപീകരിക്കപ്പെട്ടത്? ഉത്തരം 1950 മാർച്ച്. ഇന്ത്യയിൽ ആദ്യ പഞ്ചവത്സര പദ്ധതി, ഒന്നാം പഞ്ചവത്സര പദ്ധതി ഏതു വർഷമാണ് ആരംഭിച്ചത്? ഉത്തരം 1951. ഇന്ത്യയും ചൈനയും തമ്മിൽ പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത് ഏതു വർഷമാണ്? ഉത്തരം 1954. ജവഹർലാൽ നെഹ്റു തൻ്റെ ജീവിതത്തിൽ ആകെ എത്ര ദിവസം ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്? ഉത്തരം 3276 ദിവസം. ജവഹർലാൽ നെഹ്റുവിൻ്റെ സെക്രട്ടറിയായ മലയാളി ആര്? MO മത്തായി. സോവിയറ്റ് യൂണിയൻ ഒരു വിദേശ രാഷ്ട്രത്തലവന് ആദ്യമായി പൊതുസ്വീകരണം നൽകിയത് ആർക്കായിരുന്നു? ജവഹർലാൽ നെഹ്റുവിന്. 1954 ആഗസ്റ്റ് 1 അണുശക്തി വകുപ്പ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആറ്റമിക് എനർജി സ്ഥാപിച്ചത് ആര് പ്രധാനമന്ത്രിയായിരിക്കെയാണ്? ജവഹർലാൽ നെഹ്റു. നെഹ്റു ക്യൂസ് വീഡിയോകൾക്കായി ഉണ്ണീസ് വിജയപാത സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഏഷ്യ വൻകരയിലെ രാജ്യങ്ങളുടെ കായികമേളയ്ക്ക്
ഏഷ്യാറ്റിക് ഗെയിംസ് എന്നതിനു പകരം ഏഷ്യൻ ഗെയിംസ് എന്ന പേര് നിർദ്ദേശിച്ചത് ആര്? ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ രത്നം എന്ന് നെഹ്റു വിശേഷിപ്പിച്ച സംസ്ഥാനം ഏതാണ്? ഉത്തരം മണിപ്പൂർ. നെഹ്റുവിൻ്റെ വിദേശ നയത്തിന് പേര് ചേരിചേര നയം, നോൺ അലൈൻമെന്റ് പോളിസി. പ്രശസ്തമായ ടൈം മാഗസിൻ്റെ കവർ പേജിൽ ചിത്രം അച്ചടിക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമായ നവംബർ 14 ശിശുദിനം ആയി ആചരിക്കാൻ ആരംഭിച്ച വർഷം ഏതാണ്? ഉത്തരം 1964. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു ഉപയോഗിച്ച തൂലികാ നാമം ഏതായിരുന്നു? ചാണക്യൻ. ചാണക്യൻ എന്ന തൂലികാ നാമം അദ്ദേഹം ഉപയോഗിച്ചിരുന്നു. ജവഹർലാൽ അമർ ഹോ എന്ന മലയാള കവിത രചിച്ചതാര്? ഉത്തരം ഒളപ്പമണ്ണ. ജവഹർലാൽ നെഹ്റു തുറമുഖം എവിടെ സ്ഥിതി ചെയ്യുന്നു? ഉത്തരം മുംബൈ. മുംബൈയിലാണ് ജവഹർലാൽ നെഹ്റു തുറമുഖം. ജവഹർലാൽ നെഹ്റുവിനെ തൻ്റെ രാഷ്ട്രീയ പിൻഗാമിയായി പ്രഖ്യാപിച്ചത് ആരാണ്? ഉത്തരം ഗാന്ധിജി. ആധുനിക ഇന്ത്യയുടെ ക്ഷേത്രങ്ങൾ എന്ന് നെഹ്റു എന്തിനെക്കുറിച്ചാണ് പറഞ്ഞത് എന്നറിയാമോ? ഉത്തരം അണക്കെട്ടുകൾ. അണക്കെട്ടുകളെയാണ് നെഹ്റു ഇങ്ങനെ വിശേഷിപ്പിച്ചത്. ജവഹർലാൽ നെഹ്റു 1960 സെപ്റ്റംബർ 19 സിന്ധു നദീജല കരാർ ഒപ്പുവെച്ചത് ഏത് പാകിസ്ഥാൻ ഭരണാധികാരിയുമായിട്ടായിരുന്നു? ഉത്തരം അയൂബ് ഖാൻ. നെഹ്റു ഗവൺമെന്റിനെതിരെ പാർലമെന്റിൽ ആദ്യമായി അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? JB കൃപലാനി. ജവഹർലാൽ നെഹ്റു പുരസ്കാരം ലഭിച്ച ആദ്യത്തെ വനിത ആരാണ്? മദർ തെരേസ. മദർ തെരേസ. UN പൊതുസഭയുടെ അധ്യക്ഷത വഹിച്ച ആദ്യ വനിത നെഹ്റുവിൻ്റെ സഹോദരിയാണ്. എന്താണ് പേര്? വിജയലക്ഷ്മി പണ്ഡിറ്റ്. വിജയലക്ഷ്മി പണ്ഡിറ്റ്. യുവർ കമന്റ് ക്വസ്റ്റ്യൻ ഈസ് ഹിയർ. യമുന നദിക്കരയിലുള്ള നെഹ്റുവിൻ്റെ അന്ത്യവിശ്രമ സ്ഥലത്തിൻ്റെ പേര്. നിങ്ങളുടെ ഉത്തരം കമന്റ് ചെയ്യൂ. ദാ ഇപ്പോൾ തന്നെ ചെയ്തോളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം.